ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വേളയിൽ ദൈവമക്കളെ വീണ്ടും നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്കെല്ലാം ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങൾ കേട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെന്ന് അറിയുവാനിടയായി, അനേകർക്ക് വിടുതലിന് കാരണമായി തീർന്നുവെന്ന് കേൾക്കുവാൻ ഇടയായതിൽ വളരെ സന്തോഷം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. കഴിഞ്ഞ നാളിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാക്കി. കർത്താവരെല്ലാം സൗഖ്യമാക്കിയതായിട്ട് കേട്ടു. ദൈവത്തിൻ്റെ വലിയ കൃപ, സ്തോത്രം. പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മോട് കൂടുതൽ അടുത്ത് വരും. നാം ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ അവൻ നമ്മെ സൗഖ്യമാക്കി വിടുവിക്കുന്ന സർവശക്തനായ ദൈവമാണ്. കാരണം അവൻ നമ്മുടെ പിതാവാണ്. അബ്ബ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പകർന്ന സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ നമ്മെ വീണ്ടെടുത്തു. ആ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നിത്യജീവൻ തന്നു, നമ്മെ വിടുവിച്ചെടുത്ത കർത്താവാണ്. അതുകൊണ്ട് ദൈവം നമ്മെ വിടുവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുക. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ അനേക ലേഖനങ്ങളിൽ നമ്മൾ ഈ അടുത്ത കാലങ്ങളൊക്കെ ചിന്തിക്കുവാനിടയായി. എന്നാൽ ഇന്ന് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ, കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകങ്ങളിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. ഒരു വീട് പണിയുമ്പോൾ ആ വീടിന് ഒരു മൂലക്കല്ല് ഇടും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യം മൂലക്കല്ലിടും. മൂലക്കല്ലിട്ട ശേഷം മാത്രമാണ് അടിസ്ഥാന കല്ലുകളായിട്ട് ബാക്കിയുള്ള കല്ലുകളൊക്കെ അതിൽ ചേർത്ത് വയ്ക്കുന്നത്. പ്രൈസ് ലോർഡ്, സ്തോത്രം. ഇപ്പോൾ നമ്മുടെ ജീവനിലെ മൂലക്കല്ല്, വിശുദ്ധ സഭയുടെ മൂലക്കല്ല്, ഈ ലോകത്തിൻ്റെ സകലത്തിൻ്റെ മൂലക്കല്ലെന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവാകുന്ന ദൈവം മൂലക്കല്ലായി തന്നിരിക്കുകയാണ്. യഹൂദന്മാരുടെ ഇടയിലേക്ക്, ജനത്തിൻ്റെ ഇടയിലേക്ക്, സർവ്വലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുവിനെ മൂലക്കല്ലായിട്ട് പിതാവാകുന്ന ദൈവം തന്നിട്ട് ആ പിതാവാകുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലുള്ള സർവ്വജനങ്ങളെ തള്ളിക്കളഞ്ഞതിനെ കുറിച്ച് അപ്പോസ്തലനായ പത്രോസ്, വിശുദ്ധനായ പത്രോസ്, കർത്താവിന്റെ ശിഷ്യനായ പത്രോസ് എന്നിട്ട് പ്രസംഗിച്ച പ്രസംഗത്തിലൊരു വാക്യമാണ് ഞാനിവിടെ വായിച്ചത്. പത്രോസ് പറയുകയാണ്, വീട് പണിയുന്നവരായ നിങ്ങൾ, ഇന്ന് യഹൂദന്മാരായ നിങ്ങൾ വീട് പണിയുകയാണ്. എന്താ നിങ്ങളുടെ വീട് പണിയുടെ ഉദ്ദേശം? നിങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള അവകാശത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവിടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് തന്ന മൂലക്കല്ലായിരുന്ന യേശുവിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു. സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്കും ദൈവം തന്ന മൂലക്കല്ലാണ് ക്രിസ്തു. ആ മൂലക്കല്ലില്ലെങ്കിൽ പിന്നെ അടിസ്ഥാന കല്ലുകൾക്കൊന്നും ഒരു ബലമില്ല. ആ മൂലക്കല്ലാണ് തുടക്കത്തിൻ്റെ കല്ല്. ആ തുടക്കം മൂലക്കല്ലിനോട് ചേർത്താണ് അടിസ്ഥാന കല്ലുകളെല്ലാം പണിയുന്നു. അടിസ്ഥാന കല്ലുകളുടെ മേലോട്ട് പിന്നെ ഓരോ കല്ലുകൾ വെച്ച് ചേർത്ത് പണിയുകയാണ്. യേശുക്രിസ്തു തന്നെ മൂലക്കല്ല്. വേറൊരു ഭാഗത്ത് അപ്പോസ്തലനായ പത്രോസിനെ പറയുന്നുണ്ടായി, യേശുക്രിസ്തു തന്നെ മൂലക്കല്ല്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന കല്ലുകൾ. അതിനോട് ചേർന്നിട്ടാണ് വിശ്വാസികൾ ഇങ്ങനെ ഓരോരുത്തരെ ആയിട്ട് ആ കല്ലുകൾ ചേർത്ത് വെച്ച് സഭ പണിയപ്പെടുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അത് ആത്മീയ ഗൃഹമായി രൂപാന്തരപ്പെടുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മൂലക്കല്ലായിട്ട് യേശുവിനെ തന്നിട്ടുണ്ട്. ആ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുകയും ആ യേശു ക്രിസ്തുവിൽ കൂടെ നിത്യരക്ഷയിലേക്ക് നിങ്ങൾ കടക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച, അനുഗ്രഹം ഉണ്ടായിരിക്കും. നിത്യജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ കഴിയും. നിത്യസമാധാനത്തിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ കഴിയും. നിത്യ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ കഴിയും. സ്തോത്രം. ഈ നിത്യസമാധാനവും നിത്യസന്തോഷവും നിത്യജീവിതവും ഒക്കെ കിട്ടുന്നത് ഈ മൂലക്കല്ലാവുന്ന ക്രിസ്തുവിൽ കൂടെയാണ്. മൂലക്കല്ലില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. സ്തോത്രം. ഒരു വീടിൻ്റെ മൂലക്കല്ലെന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കല്ല്. അതിൻ്റെ ആ തുടക്കം അതാണ്. അപ്പം മൂലക്കല്ലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ലെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മൂലക്കല്ലായിട്ട് ക്രിസ്തു ഉണ്ടോ? ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായും ഭൗതികമായിട്ട് ഉയർച്ചയുണ്ട്. ഈ ലോകത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും പാപത്തിൽ നിങ്ങളെ വിടുവിച്ച് ന്യായവിധിയാവുന്ന നരകത്തിൽ നിന്ന് ദൈവം കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ വിടുവിച്ച് പിതാവാകുന്ന ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമുണ്ട്. സ്തോത്രം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കി, അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും കൂടെ 9-ാം മണി നേരമായപ്പോൾ പ്രാർത്ഥനാ സമയത്ത് യെരുശലേം ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നതായിട്ട് നമ്മൾ നേരത്തെ മുൻപ് ഇവിടെ ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ്. അങ്ങനെ ചുമന്നു കൊണ്ടുവന്ന ആ മനുഷ്യൻ, മുടന്തനായ മനുഷ്യൻ, അദ്ദേഹത്തിന് നടക്കാൻ കഴിയത്തില്ല. അങ്ങനെ മുടന്തനായ മനുഷ്യനെ നോക്കിയിട്ട് ഇവർ പറയുകയാണ്, ഞങ്ങളെ നോക്കൂ, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നുമൊന്നുമില്ല. ഈ മനുഷ്യർ വിചാരിച്ച എന്തുവാ, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച. എല്ലാവരും വരുന്നു, എന്തെങ്കിലുമൊക്കെ തരുന്നു.
അമൃതനായ മനുഷ്യന് പ്രതീക്ഷ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ച് ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആളുകൾ അത് മേടിച്ച് അതുകൊണ്ട് ഉപജീവനം കഴിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ മുടന്തനായ മനുഷ്യൻ്റെ ആ ചിന്താമണ്ഡലങ്ങളെയൊക്കെ ഭേദിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ അരക്കച്ചയിൽ നിന്നുകൊണ്ട്, വിശ്വാസത്തിൻ്റെ ആ മുറുകെ പിടിച്ചുകൊണ്ട് അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും കൂടെ ചേർന്നിട്ട് ആ പത്രോസ് പറയുകയാണ്, ഞങ്ങളെ നോക്കൂ, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നൊന്നുമില്ല, എന്നാൽ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ നടക്ക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുകയും പെട്ടെന്ന് അവൻ്റെ നരിയാണി ഉറയ്ക്കുകയും ചെയ്തിട്ട് നമ്മളിവിടെ നേരത്തെ ചിന്തിക്കുകയുണ്ടായി. സ്തോത്രം. ആ ഒരു വലിയ സംഭവം ആ ജനത്തെ, ആ ദേശത്തെ മുഴുവൻ ഞെട്ടിച്ചു. ആ ദേവാലയത്തിലേക്ക് കടന്നുവന്ന പരീശന്മാരാകട്ടെ, സദൂക്യരാകട്ടെ, അവിടെയുള്ള ജനങ്ങളാകട്ടെ, അവർക്കെല്ലാം ഒരു ഞെട്ടലുണ്ടായി. എല്ലാവരുടെയും മുൻപിൽ ഒരു വലിയ അടയാളം അവിടെ ഉണ്ടായി. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇവർ ഈ മുടന്തനായ മനുഷ്യനെ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ, സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു എന്ന് അവിടെ കാണാം. അവൻ നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ പുകഴ്ത്തി, എന്നിട്ട് അവരുടെ കൂടെ അവൻ ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ നിന്ന ആളുകളൊക്കെ പറഞ്ഞു, ഇവന് ആ സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ വാതിക്കൽ, ആ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ വാതിക്കൽ ഇരുന്ന മനുഷ്യനല്ലയോ, ഇവൻ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന മനുഷ്യനല്ലേ, ഇവൻ എങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കാനുള്ള കഴിവ് കിട്ടിയെന്ന്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും മനുഷ്യൻ്റെ ഇല്ലായ്മയാണ് ഇഷ്ടം. ഒരുത്തൻ നന്നായി നടക്കുന്നത് കാണുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല. അവൻ അതുവരെ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നത് ആർക്കും ഒരു പ്രശ്നമല്ലായിരുന്നു. എന്നാൽ അവൻ നടക്കാനും തുള്ളാനും തുടങ്ങിയപ്പോൾ തൊട്ട് ആളുകൾക്ക് അസൂയയായി. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവായ യേശുക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ മൂലക്കല്ലാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ട്. നീ ഇന്നലെ വരെ നടക്കാത്ത അവസ്ഥയെന്ന് വെച്ചാൽ, നിൻ്റെ ജീവിതത്തിൽ ഉയർച്ചയില്ലാത്ത അവസ്ഥയായിരുന്നെങ്കിൽ, ഇന്നലെ വരെ ചലനമറ്റ അവസ്ഥയിൽ നീ ജീവിച്ചെങ്കിൽ, ഇന്ന് യേശുക്രിസ്തുവിൽ കൂടെ നിൻ്റെ ജീവിതത്തിന് അവൻ ചലനം വ്യാപരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ കൂടെ, പരിശുദ്ധാത്മാവിൽ കൂടെ നിൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുകയാണ്. ആ ഉയർച്ച വന്നു കഴിയുമ്പോൾ നിൻ്റെ അയൽക്കാർക്കും നിന്നെ കാണുന്നവർക്കും സ്വന്തക്കാർക്കും എല്ലാം നിന്നോട് അസൂയ ഉണ്ടാവും. നീ ഇന്നലെ വരെ ഭിക്ഷ അയച്ചപ്പോൾ ആർക്കും നിന്നോടൊരു അസൂയയില്ലായിരുന്നു. അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വല്ലതൊക്കെ എറിഞ്ഞു തരും. എന്നാൽ ഇന്ന് നീ ഉയർച്ചയിലേക്ക് വന്നപ്പോൾ, ക്രിസ്തുവിൽ കൂടെ നിനക്കൊരു ജീവിതം കിട്ടിയപ്പോൾ, ഒരു സന്തോഷവും ഒരു സമാധാനവും ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് അസൂയയായി. അവർ പറയുകയാണ്, അയ്യോ ഇവൻ ഇന്നലെ വരെ അങ്ങനെ തുള്ളി നടന്നവനല്ലേ, ഇവൻ എങ്ങനെ ഇവിടെ വന്നു, ഇവനെ ആരാണ് സൗഖ്യമാക്കിയത്? സ്തോത്രം. ഇവൻ്റെ കൂടെ ആരാണ്? അങ്ങനെ പത്രോസിനോടും യോഹന്നാനും കൂടെ അവൻ ചേർന്ന് നിൽക്കുമ്പോൾ ഈ പത്രോസിനെയും യോഹന്നാനെയും കൂടെ വിളിച്ച് അവരുടെ അടുക്ക കൊണ്ടുവന്നിട്ട് അവരെ വിസ്തരിക്കുകയാണ്. നിങ്ങൾ ആരാ? നിങ്ങൾ എന്താണ്? സ്തോത്രം. നിങ്ങൾ ആരാണ്? ഇവൻ ബലം പ്രാപിപ്പാൻ എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കുകയാണ്. ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഒരു പ്രസംഗം പോലെ പത്രോസ് അവിടെ പറയുകയുണ്ടായി. സ്തോത്രം. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, പരിശുദ്ധനും നീതിമാനുമായ കർത്താവായ യേശുവിനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. പ്രൈസ് ലോർഡ്. കുലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ബറബ്ബാസ് എന്ന് പറഞ്ഞ കുലപാതകനായവനെ വിട്ടുതരാൻ പറഞ്ഞു. അന്ന് തടവുപുള്ളിയായിട്ട് കുലപാതകനായവൻ, മരണത്തിന് യോഗ്യനായി വിധിക്കപ്പെട്ടവനായിരുന്ന ബറബ്ബാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ കുരിശ്. അവിടെ അന്നത്തെ ഭരണാധികാരനായിരുന്നവൻ ചോദിച്ചു, ഇന്നിപ്പോൾ പെസഹയുടെ ദിവസമാണല്ലോ, ആരെ വിട്ടുതരണം? ഞാൻ ബറബ്ബാസിന് പകരം യേശുവിനെ വിട്ടുതരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾ പറയുന്നത് അറിയോ, ഞങ്ങൾക്ക് യേശുവിന് പകരം ബറബ്ബാസിനെ മതിയെന്നാണ് പറഞ്ഞത്. അതാ ഇവിടെ പറയുന്നത്, പത്രോസ് പറയുന്നത്, കുലപാതകനായവനെ വിട്ടുതരണമെന്ന് നിങ്ങൾ പറഞ്ഞു, നസറേയനായ യേശുവിനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ട് കുലപാതകനായ ബറബ്ബാസിനെ വിട്ടുതരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞ് അവനെ കൊന്നുകളഞ്ഞു, ജീവനായകനെ കൊന്നുകളഞ്ഞു എന്ന് പത്രോസ് പറയുകയുണ്ടായി. പ്രൈസ് ലോർഡ്. ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ആരെ? ആ ജീവനായകനായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. അതിന് ഞങ്ങൾ സാക്ഷികളാകും. പ്രൈസ് ലോർഡ്. യേശു ഉയർത്തെറ്റു എന്നുള്ളത് ഞങ്ങൾ സാക്ഷികളാകുന്നു പത്രോസ് അവിടെ മുമ്പിൽ പറയുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഞങ്ങൾ സാക്ഷികളാണെന്ന് പറയുവാൻ കഴിയുമോ? ഞങ്ങൾ സാക്ഷികളാണ്. യേശു ക്രിസ്തുവിനെ പിതാവാകുന്ന ദൈവം യേശുവിനെ ഉയർപ്പിച്ചു എന്നുള്ളത് ഞങ്ങൾ സാക്ഷികളാണെന്ന് പത്രോസ് പറഞ്ഞതുപോലെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷികളാകുന്നു ഞങ്ങളെന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്, എത്ര പേർക്ക് അതിനുള്ള കഴിവുണ്ട്, എത്ര പേർക്ക് അതിനുള്ള ധൈര്യമുണ്ട്? സ്തോത്രം. അനേകരിന്ന് ആരാധിക്കുന്നുണ്ട്,
ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. എന്നാൽ ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആർക്ക് കഴിയും? എല്ലാവർക്കും ഭയവും, എല്ലാവർക്കും മനുഷ്യരെ ഭയമാണ്. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ ഭയപ്പെടേണ്ട എന്ന് പിതാവാകുന്ന ദൈവം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ ഭയപ്പെടരുത്. യേശു തമ്പുരാൻ തന്നെ പറഞ്ഞു, ദേഹിയെയും ദേഹത്തെയും കൊന്ന് നരകത്തിൽ തള്ളുന്നവരെ നിങ്ങൾ ഭയപ്പെടുവീൻ. നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടണ്ട. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി എരിവോടെ നിൽക്കുവാൻ, ശക്തമായി നിൽക്കുവാൻ, ദൈവികമായ ഉപദേശങ്ങളെ പറയുവാൻ ഇന്ന് ധൈര്യത്തോടെ എത്ര പേരുണ്ട്? പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ ജീവിതത്തിൽ അത് കാണിക്കുവാൻ, ധൈര്യത്തോടെ നിൽക്കുവാൻ എത്ര പേരുണ്ട്? ഇവിടെ പത്രോസ് അവരുടെ മുമ്പിൽ വെച്ച് പറയുകയാണ്, ഞങ്ങൾ സാക്ഷികളാവുന്നു. യേശുവിനെ ഉയർപ്പിച്ചു പിതാവാകുന്ന ദൈവം, അത് ഞങ്ങൾ സാക്ഷികളാവുന്നു. സ്തോത്രം. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ തന്നെ ഇവൻ ബലം പ്രാപിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഇവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണെന്ന് പത്രോസ് അവിടെ വിളിച്ചു പറയുകയുണ്ടായി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, യേശുവിന് വേണ്ടി ജീവിക്കുന്ന സാക്ഷികളായിട്ട് ഈ ലോകത്തിൽ എത്ര പേർക്ക് നിൽക്കാൻ കഴിയും? നിന്റെ ജീവിതത്തിൽ മൂലക്കല്ലായിട്ട് യേശു വന്നു കഴിഞ്ഞാൽ, യേശുവിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിക്കഴിഞ്ഞാൽ, നീ യേശുവിന് ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ നിനക്ക് കഴിയുമോ? അനേകർ ഞങ്ങളെ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, അവർക്കൊക്കെ കർത്താവ് വിടുതൽ കൊടുക്കാറുണ്ട്. പക്ഷേ സാക്ഷ്യമായിട്ട് ആര് നിൽക്കുന്നു? ദേശത്ത് വേണമെങ്കിൽ ഒരു സാക്ഷ്യം ടി വി കൂടെ പറയുമായിരിക്കും, പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, ടി വി കൂടെ ഒക്കെ പറയും. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. ടി വി കൂടെ പറയുന്നതല്ല. ജനത്തിൻ്റെ മുമ്പാകെ, ദേശത്തിൻ്റെ മുമ്പാകെ, നാട്ടുകാരുടെ മുമ്പാകെ, നിന്റെ ഭവനത്തിൻ്റെ മുമ്പാകെ, സ്വന്തക്കാരുടെ മുമ്പാകെ, അയൽക്കാരുടെ മുമ്പാകെ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, സാക്ഷിയായിട്ട് ജീവിക്കുവാൻ, ജീവിച്ച് കൊടുക്കുവാൻ നിനക്ക് ധൈര്യമുണ്ടോ? പ്രൈസ് ലോർഡ്. ഇവിടെ അതാ പത്രോസ് ചെയ്തത്. ഞങ്ങൾ സാക്ഷികളാകുന്നു, ജീവിക്കുന്ന കർത്താവിൻ്റെ സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞു. അവൻ മുഖാന്തരമുള്ള വിശ്വാസത്താൽ ഇവൻ സൗഖ്യം വന്നു. സ്തോത്രം. ഇവൻ ഈ ബലം പ്രാപിപ്പാൻ കാരണം യേശുക്രിസ്തു മുഖാന്തരമുള്ള വിശ്വാസത്താലാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ വിശ്വാസത്താൽ നിൽക്കുകയാണെങ്കിൽ, വിശ്വാസത്തിൽ നിൽക്കുകയാണെങ്കിൽ, യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയിലേക്ക് നീ കടന്നു വരികയാണെങ്കിൽ നിനക്ക് സൗഖ്യമുണ്ട്. സ്തോത്രം. ഇവിടെ ഇതായി മുടന്തൻ സൗഖ്യമായി. അവൻ ചാടി എഴുന്നേറ്റു. അവരുടെ കയ്യിലൊന്നുമില്ലായിരുന്നു, അവർ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നടന്നു. സ്തോത്രം. ആ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ഇവൻ സൗഖ്യമായി മാറി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ വിശ്വാസത്തോടെ മുൻപോട്ട് അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ സൗഖ്യം വ്യാപരിക്കും. മൂലക്കല്ലാവുന്ന ക്രിസ്തുവിനെ കാണിച്ചു തരികയാണ് നിന്റെ മുമ്പിൽ. അന്ന് യേശുള്ള വിശ്വാസത്താൽ പത്രോസും യോഹന്നാനും അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ സൗഖ്യമായെങ്കിൽ, അല്ലെങ്കിൽ പത്രോസ് പിടിച്ച് അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ സൗഖ്യമായെങ്കിൽ, ഇന്ന് നിന്നുള്ള വിശ്വാസത്താൽ, അല്ലെ എന്നുള്ള വിശ്വാസത്താൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. പ്രൈസ് ലോർഡ്. സ്തോത്രം. അതിന് ശേഷം എന്ത് ചെയ്തെന്നറിയാവോ? അവരോട് പത്രോസ് സുവിശേഷം പറയുക. പത്രോസ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചെന്ന് ഞാൻ അറിയുന്നു. നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. സ്തോത്രം. ഉണ്ടോ? ഇതാണ് സാക്ഷ്യം, ഇതാണ് സാക്ഷ്യ സുവിശേഷം. പത്രോസ് പറഞ്ഞിട്ട് അവരെ കണ്ടിട്ട് ഭയപ്പെട്ടങ്ങ് പോവുകയല്ല. പത്രോസ് പറയുകയാണ്, ഞങ്ങൾ സാക്ഷികളാവും. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞുകൊള്ളുവീൻ. അവൻ മുഖാന്തരമുള്ള വിശ്വാസം നിങ്ങൾക്ക് ബലമായി തീരും. അവൻ മുഖാന്തരമുള്ള വിശ്വാസം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുമെന്ന് പത്രോസ് അവിടെ ശക്തമായി വിളിച്ചു പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിശ്വാസത്തോടെ മുൻപോട്ട് അടുക്കുമെങ്കിൽ നിന്റെ പാപങ്ങൾക്ക് മോചനം യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ. നീ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്നാൽ ദൈവം തന്നെ വിടുവിപ്പാൻ ശക്തനാണ്. നിന്റെ ഭാഗത്തെ കുറ്റം, നിന്റെ കയ്യിലുള്ള കുറ്റം, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ദിവസത്തിൽ ഏറ്റുപറഞ്ഞ്, ഓ കർത്താവെ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ, ഓ കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നീ കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവം നല്ലവനാണ്, വലിയവനാണ്, അവൻ ക്ഷമിക്കുന്നവനാണ്, അവൻ സർവശക്തനും സർവ്വവ്യാപിയും സർവ്വജാനീയമായ കർത്താവാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. അവൻ സകലത്തെ ക്ഷമിക്കുന്ന ദീർഘക്ഷമയുള്ള കർത്താവാണ്. നിന്റെ എന്ത് പാപങ്ങളായിക്കോട്ടെ, നിന്റെ എന്ത് വിഷയങ്ങളായിക്കോട്ടെ, ഇന്ന് നീ ഇപ്പോൾ തന്നെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം തന്നെ വിടിപ്പാകാൻ ശക്തനാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്
മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവേൻ. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവേൻ. ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കുക. എൻ്റെ പാപങ്ങൾ മാഞ്ഞു കിട്ടുവാൻ കർത്താവേ, ഞാൻ അങ്ങയുടെ സൈഡിലേക്ക് അടുത്തു വരുന്നു, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കുക. സ്തോത്രം. ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കുക. നീ എടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിത്തീരും. പ്രൈസ് ലോർഡ്. നീ എടുക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുവാനിടയായിത്തീരും. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനെ നീ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് വിടുതലായി മാറുവാനിടയായിത്തീരും. ദൈവം നിന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. പ്രിയ കുഞ്ഞെ, പ്രിയ സഹോദര, നീ ഏൽപ്പിച്ചു കൊടുക്ക്. ഇനി ശേഷമുള്ള ഭാഗങ്ങൾ നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാം. ഇവിടെ നോക്കിക്കോ, ഇവിടെ അത്ഭുതങ്ങളുടെ അവിടെ ആ സാക്ഷ്യങ്ങളുടെ അവരുടെ ആ വിശ്വാസത്തെയൊക്കെ ഇനി താഴ്ത്ത് പറയുകയാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നീ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ലോർഡ്.